വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്, ഒരു പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അത് ആരും ഇതുവരെ ചെയ്യാത്ത കഞ്ഞിയാണ്, കുറുന്തോട്ടി കഞ്ഞി. ആയുർവേദത്തിൽ ഭയങ്കര സാധനമാണല്ലോ വൻ. 1,00,000 രൂപ കിട്ടാം. അയ്യോ, പേടിപ്പെടുത്തുന്ന കാറ്റ്. ഈ ശരീരത്തിന് ബലം കൂട്ടാനും ബലം കുറയ്ക്കാനും പറ്റിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ലോകത്തില്. ഞാൻ ഇന്നലെ ഒരു ഒറ്റ മൈനേനെ കണ്ടിട്ട് എന്തോരം നേരെ വിരല് ഇതിങ്ങനെ പിടിച്ച് നടന്നേ. ഞാൻ പറഞ്ഞതേ ഇങ്ങനെ ആദ്യം ഇറക്കണം. നസീർ 1926 ജനിച്ചത്. പാച്ചോറിന്റെ പണം. സാധാരണ എന്തെങ്കിലും മരുന്ന് കഞ്ഞികളെന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നില്ല. ഭയങ്കര ടേസ്റ്റ് അല്ലേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്, ഒരു പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ഒന്നിനല്ല, കർക്കിടക മാസമാണ്. ശരീരത്തിന് ബലം നൽകുന്ന പല സാധനങ്ങളും കഴിക്കുന്ന ടൈമാണ് കേട്ടോ ഈ ആയുർവേദത്തിൽ. അപ്പോൾ നമുക്ക് ശ്രീദേവി ഡോക്ടർ ഒരു കഞ്ഞി പറഞ്ഞു തരുന്നുണ്ട്. അത് ആരും ഇതുവരെ ചെയ്യാത്ത കഞ്ഞിയാണ്, കുറുന്തോട്ടി കഞ്ഞി. അത് നമ്മൾ ചെയ്യുന്നതല്ല, ആദിവാസികൾ ശരീരത്തിൻ്റെ എല്ലിനും പല്ലിനും ബലം കിട്ടാൻ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ സാധനമാണ്. അപ്പോൾ നമ്മുടെ അവിടെ കുറുന്തോട്ടി നമ്മുടെ അവിടെ ഒന്നും ഇല്ല, കാണാനില്ല, അവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞങ്ങൾ നമ്മുടെ വീട് അവിടെയാണ് കേട്ടോ കാണുന്നത്. അവിടെ എൻ്റെ കയ്യിൻ്റെ നേരെയാണ് നമ്മുടെ വീട്. നമ്മുടെ അയലോക്കത്തെ വീടിൻ്റെ പറമ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. പണ്ട് എല്ലാ സ്ഥലത്തും കുറുന്തോട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറുന്തോട്ടിയൊക്കെ കുറഞ്ഞു. നമ്മൾ ഇന്നലെ ഞാൻ പള്ളിപ്പുറത്തേക്ക് പോയിപ്പോൾ അവിടെ കുറുന്തോട്ടി ഇഷ്ടം പോലെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നേ. അകലെ പോയി പറിക്കേണ്ട, നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ഈ പറമ്പിൽ എങ്ങനെയും കുറുന്തോട്ടി ഇവിടെയൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഈ പറമ്പിലൊക്കെ പണ്ട് കുഞ്ഞിയെ കിടാവായിരിക്കുന്ന ടൈമിൽ വവ്വാലുകൾ നോക്കി പറക്കണോ കടാ. വവ്വാലുകളുടെ കേന്ദ്രം എവിടെ? അതെ, ഇവിടെ ഒരു 3-4 മരങ്ങളുണ്ട്. ആ മരത്തമ്മ ആയിരക്കണക്കിന് വവ്വാലുകളാണ് ചേക്കേറിയിട്ടുള്ളത്. രാത്രി നമ്മൾ ഒരു വീഡിയോയിൽ കഴിഞ്ഞതിൻ്റെ മുന്നിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ വിറ്റങ്ങളാണ്ട് നാനാ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് പറക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് നേരം വെളുത്തൊരു 6-6:15 ആകുമ്പോൾ ഇവർ തിരിച്ചു വരും. തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാം തിരിച്ചു വരും. ശരിക്കും പറഞ്ഞാൽ നിപ്പിയൊക്കെ പരത്താനായിട്ട് ഇപ്പോൾ വവ്വാലുകളല്ലേ പറയണത്. വവ്വാലുകളാണ് നിപ്പയുടെ മെയിൻ കേന്ദ്രം അല്ല. കണ്ട ഈ കടപ്പറ്റയുടെ ശബ്ദമാണ് കേൾക്കണത്. ഈ കട അറിയാൻ ഓരോ ഭീകരന്മാരാ. അപ്പടി ഭീകരന്മാർ കടാ ഒക്കെ ഞാൻ എടുക്കണ്ട. അകലെ കാണാം, ഇത് ഞാൻ എടുക്കണ്ട. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ നമ്മുടെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഓരോ പഴങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മാമ്പഴം ഇതൊക്കെ കാണുമ്പോൾ കൈയോടെ പൊടിച്ച് തിന്നും. സത്യത്തിൽ നമ്മളവിടെ തീരെ അങ്ങനത്തെ പൊടിച്ച് തിന്നാൻ പാടില്ല. കാരണം ദീപ സാധനങ്ങളാണെന്ന് നിറച്ച് ഇവർ പേരക്കായും ഇതും ഒക്കെ കാരി ഇടുന്നത്. മാമ്പഴം, പേരക്കായ, പപ്പായ എല്ലാം കാരി നിലത്തിയിടുന്നത് നമുക്ക് കാലത്ത് കിട്ടുന്നതാണ് കേട്ടോ. എന്തുട്ട ചെവി തുളക്കി വിട്ടണ ശബ്ദം. അപ്പം നമ്മുടെ കുറുന്തോട്ടി ഇവിടെ കണ്ടെത്തി. കുറുന്തോട്ടികൾ, ഈ കുറുന്തോട്ടിക്ക് നല്ല വിലയുണ്ട് കേട്ടാ. ഇതാണ് കുറുന്തോട്ടി. ഞാൻ ഒരെണ്ണം വലിക്കുകയാണ് കേട്ടാ. കുറുന്തോട്ടിയുടെ 2 തരത്തിൽ കുറുന്തോട്ടി കഞ്ഞി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂനിരപ്പിൽ നിന്ന് ഒരു ചാന അകലത്തിൽ വെട്ടിയെടുത്തിട്ട് അതാണ് ഒരു ടൈപ്പ് കഞ്ഞി വയ്ക്കുക. പിന്നെ ഈ വേരിൻ്റെ അവിടെ നിന്നുള്ളത് തൊലി ചരണ്ടി എടുത്തിട്ട് അതും ചേർത്ത് കഞ്ഞി വയ്ക്കുക. അപ്പോൾ ഇത് എന്തോരം വേണം എന്നുള്ളത് കണ്ട. കുറുന്തോട്ടി, ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയുർവേദത്തിൽ ഭയങ്കര സാധനമാണല്ലോ വൻ. ആട്ടങ്ങൾക്ക് ആടുകളില്ലേ, ആടുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കുറുന്തോട്ടിയുടെ ഇല. കാട്ടിലൊക്കെ മേഞ്ഞിറക്കുന്ന ആട്ടങ്ങൾ, കാട്ടിലും നാട്ടിലൊക്കെ മേഞ്ഞിറക്കുന്ന ആട്ടങ്ങളെ അതുകൊണ്ടാണ് ഈ ആട്ടും പ്രാത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ കൂടുതൽ അങ്ങനത്തെ ആട്ടങ്ങൾ വാങ്ങിക്കരുത്. അതായത് അവറ്റങ്ങൾ ഈ പച്ചിലയും മറ്റേ ഈ കുറുന്തോട്ടിരിയും തൊട്ടാവാടിയുടെ ഇലയും അങ്ങനെയുള്ള ഇലകളൊക്കെ തിന്നിട്ടാണല്ലോ അവറ്റങ്ങൾ വലുതാവുന്നത്. അങ്ങാടി തീറ്റ കൊടുത്തിട്ടല്ലല്ലോ, മറ്റേ അങ്ങാടി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന തീറ്റ കൊടുത്തിട്ടല്ലല്ലോ അവറ്റങ്ങൾ വലുതാവുന്നത്. അതുകൊണ്ട് ആട്ടും പ്രാത്ത് ഉണ്ടാക്കുമ്പോൾ അവർ അങ്ങനത്തെ ആടിനെ അന്വേഷിച്ച് നടക്കും. ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തുന്ന ആട്ടങ്ങളാണ്. അപ്പോൾ ഈ നമുക്കും ചെറുപ്പത്തിൽ ആടുണ്ടായിരുന്നു. അപ്പോൾ കുറുന്തോട്ടിയിൽ ഇങ്ങനത്തെ അവറ്റങ്ങൾക്ക് നമ്മൾ
പറിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇലകൾ ഇതിങ്ങനെയാണ് നുള്ളി ആട്ടങ്ങൾ ചടപടി തന്നെ തിന്നൂട്ടാ. അപ്പം അത്യാവശ്യം കുറുന്തോട്ടിയായി. ഞാനേ വടി എടുത്തോണ്ട് എന്തിനാ ചെയ്യില്ലേ, ഇവിടെ നായ്ക്കളെ ശല്യമുണ്ടേ. ചിലപ്പോൾ പെട്ടെന്ന് ആ കുട്ടികൾ ടീമായിട്ട് അവിടെ നിന്ന് ഓടി വരായി. ഇവിടെ കാട് പിടിച്ച പറമ്പല്ലേ, എവിടെയെങ്കിലുമൊക്കെ പെറ്റി എടുക്കുന്നുണ്ടാവും. പാവറ്റാണ്ട് വിചാരിക്കും അവരുടെ പട്ടികുടികൾ എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയെന്ന് വിചാരിക്കും. മതി, ഇത്ര മതി. നമുക്ക് ഒന്ന് കഞ്ഞി വയ്ക്കണം, അതിൻ്റെ സ്വാദം അറിയണം, അത്രയേ ഉള്ളൂ ചേട്ടാ. കുറുന്തോട്ടി ഇപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഇനിയുണ്ട്. ഇവിടെ നിറച്ചിട്ടുണ്ട് കുറുന്തോട്ടി. ഒരു കുറുന്തോട്ടി ഒന്നും പറിക്കാം. ഇതിൻ്റെ മെയിൻ ചൊല്ല് എന്നിട്ട് കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ളതാണ് ചൊല്ല്. കുറുന്തോട്ടിക്കും വാദമോ എന്ന കുറുന്തോട്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഭയങ്കരമായി ഔഷധ ഗുണമുള്ളതാണ്. ഈ പേരേമലൊക്കെ കുഞ്ഞിതായിരിക്കുമ്പോൾ എന്തോരം മൂഞ്ഞാലാടിയിട്ടുള്ളതാണ്. ഭയങ്കര പ്രായമുണ്ട് ഈ പേരയ്ക്ക്, ഏകദേശം എൻ്റെ പ്രായം ഉണ്ടാവും. ചെളി പിളിമയ്യ. അപ്പം എന്തായാലും പേരക്കായും അത് തിന്നുമ്പോൾ കഴുകിനെ തിന്നണം. അതെ ശരിയാ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ കുറുന്തോട്ടിക്കൂടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ. ഇവിടെയൊക്കെ കണ്ടമാനം കുറുന്തോട്ടികളൊക്കെ പണ്ടുണ്ടായിരുന്നായിരുന്നു. എല്ലാ വക സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പോയി ഓരോന്നില്ലാണ്ടായി പോവുക. കാലങ്ങൾ ചെല്ലുന്തോറേ നമുക്ക് ഒന്നും കിട്ടാനില്ല. കേരളത്തിലെ മറ്റത്തൂരില്ലേ കൊടകര, അവിടെയാണ് ഈ കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത്. ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഏക്കറിൽ നിന്ന് ഒരു 6000-7000 കിലോ പച്ച കുറുന്തോട്ടി കിട്ടുത്ര. അത് ഉണക്കുമ്പോൾ ഒരു 1000 കിലോ 800 കിലോ ഇരിക്കാണ്ട് ചുരുങ്ങും. അതിന് ഒരു 100 രൂപയുടെ അടുത്ത് 110 രൂപയൊക്കെ വെച്ച് കിട്ടായിരിക്കും വേണമെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറുന്തോട്ടി ഒരു ഏക്കറിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1,00,000 രൂപ കിട്ടാം. നമുക്ക് കൃത്യമായിട്ട് കണക്കറിയില്ല. കാരണം 1,00,000 കിലോ ഒരു കൊല്ലത്തിൽ കേരളത്തിലേക്ക് ആവശ്യമുണ്ട് ഇത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറുന്തോട്ടി ഇത്തിരി പറിച്ച് ഉണക്കി കൊണ്ടുപോയി കൊടുത്ത കാര്യമില്ല. പണ്ട് കാലത്തൊക്കെ അമ്മാമ്മമാർ നമ്മൾ ഇതിൽ കാണാം, ഈ കുറുന്തോട്ടി പറിക്കാനായിട്ട് വീടുകളിലേക്ക് വരും. എന്നിട്ട് അവർ കെട്ടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഈ മുറ്റത്തൊക്കെ ഇരുന്ന് അമ്മാവോടൊക്കെ വർത്താനം പറയും. ഇങ്ങനെ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ, അമ്മയൊക്കെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ കുറുന്തോട്ടി പറിച്ചിട്ട് മുറ്റത്തൊക്കെ വന്നിരുന്നിട്ട് ഇത് കെട്ടി ഇതാക്കുമ്പോൾ വർത്താനം പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിയാക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറുന്തോട്ടി പറിച്ചു വന്നു. സരിതാവിടിരിക്കുക കുറുന്തോട്ടി കഞ്ഞി കഴിക്കാൻ പോണ്. വാ കഞ്ഞി കുടിക്കാൻ. വാ പ്രദീപ, അപ്രദീപ. പിന്നെ കുറുന്തോട്ടി എനിക്കാണ്ട് അറിഞ്ഞൂടെ? ആ കുറുന്തോട്ടി അറിയാത്ത ഒരാരല്ലേ ഇത്? ഓ ഇതിൻ്റെ അല ചെറുതാന്ന് മാത്രം കുഞ്ഞിത്. അവിടെ ഇഷ്ടം പോലെയാ. ഭയങ്കരമായ കാറ്റാണ്, ഭയങ്കരമായ കാറ്റ്. ആ ഫ്ലാറ്റിൻ്റെ അവിടെ നോക്കിയാൽ മഴക്കാർ നോക്കിയേ, ഭയങ്കര മഴക്കാരായി. തെങ്ങൊക്കെ ഇടുന്ന അവിടെ നോക്കിയേ. കുറുന്തോട്ടി കൊണ്ട് നമുക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വെള്ളത്തിലാണ് മുക്കി വെച്ചു. ഇന്നാണ് നമ്മൾ ഇതിൻ്റെ കഞ്ഞി വയ്ക്കാൻ പോണത്. അയ്യോ പേടിപ്പെടുത്തുന്ന കാറ്റ് കണ്ട. പട്ടയൊക്കെ ഇപ്പോൾ വീഴുന്നതുകൊണ്ട് എന്തൊരു കാറ്റാ. പണ്ടത്തെ പോലെയല്ല, പെട്ടെന്ന് കാറ്റ് വരുന്നത്. പട്ടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരും ചിലപ്പോൾ. കുടിലാണ് നമ്മൾ കഞ്ഞി കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പോയി. ഇതൊന്ന് ഡ്രൈ ആയി ചെറുതായിട്ട്. ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഡ്രൈ ആയി. നമ്മുടെ ഈ പറമ്പിൻ്റെ അവിടെ കണ്ട ഒരു തെങ്ങുമ്മേ കുറേ ഇങ്ങനെ പടർന്നിട്ടുണ്ട. അത് വൈകുന്നേരം നേരത്തിലേ ഒരു ഭീകര രൂപിയായിട്ട് നമുക്ക് തോന്നും. ഭീകര രൂപി വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞില്ലേ, 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജാതി രൂപമായിട്ട് തോന്നും. ആ തെങ്ങുമ്പോൾ നിറയെ എങ്ങനെയുണ്ട് ഈ വള്ളിപ്പറപ്പിലാണ്ട് പടർന്നു കയറിയുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ പേടിക്കും. ഇപ്പോൾ കാറ്റ് വരുമ്പോൾ അവൻ്റെ ഒലയും നമ്മളത് ഷൂട്ട് ചെയ്തില്ല. കാറ്റ് വരുമ്പോൾ പേടിയോ ഒന്നുകൂടി, കൈകളൊക്കെ വിടർത്തി ഇങ്ങനെ ജാതി ഇതുപോലെ തോന്നിക്കും. അതേ കാറ്റ് കഴിഞ്ഞു, മഴ ചെറുതായിട്ടൊന്ന് പെയ്തു. ഞാൻ തീ കത്തിച്ചു നോക്കിയാൽ പുകര കൈലാസ കണ്ട നനഞ്ഞ ഒരു ടൈപ്പ് വിറകയറിന. അപ്പോൾ നമ്മുടെ കുറുന്തോട്ടി കഞ്ഞിലേക്ക് നമ്മൾ പോവാണ്. അപ്പം നവരരിനെ എടുത്ത് കൊടുത്തിട്ട് അത് ഞാൻ കേൾക്കട്ടെ. തീ കത്തിച്ചിട്ട് പോലില്ലേ, തീ കത്തിച്ചിട്ട് മനുഷ്യന് തീ കത്തണ്ടില്ലേ തേങ്ങ. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ കുറുന്തോട്ടി. ഓ പഠിക്കാനുള്ള പുസ്തകമായിട്ട് കണ്ടില്ല. പഠിക്കായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞി കഴിക്കാൻ പോണ്. ഇതില് എത്ര കഞ്ഞി കുടിക്കാറായിട്ടാണ് വന്നല്ലേ ജഗ്ഗുവ? എത്ര അരി എടുക്കണം? നവരരി. നവരക്കഞ്ഞി. നവരക്കഞ്ഞി അല്ല, കുറുന്തോട്ടി കഞ്ഞി. 4 പേർക്കല്ലേ, അപ്പം 4 പിടി എടുത്ത്. പല്ലിനും
എല്ലിനും ബലത്തിന് ആദിവാസികൾ കഴിക്കുന്ന സാധനമാണ് ഈ കുറുന്തോട്ടി കഞ്ഞി. അപ്പൊ എനിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. എന്റെ പല്ലിനൊന്നും ഒരു കുഴപ്പമില്ല. ചേട്ടന്റെ പല്ലൊരു ഇതൊക്കെ കേടായി പോയി അല്ലേ? അപ്പടി ഓട്ടയല്ലേ? ആ ഓട്ട കടച്ചിട്ടുണ്ട്. ഇതേ അപ്പോൾ ഒരു 3 പിടി എടുക്കാം അല്ലേ? 3 പിടി എടുത്താൽ മതി. 3 പിടി എടുത്താൽ കുറയോ? നമുക്ക് 4 പേർക്ക് വേണ്ടേ? 4 പിടി എടുത്തിട്ടുണ്ട്. 4 പിടി കുറുന്തോട്ടി അല്ല ഇത് ഇങ്ങനെ അടക്കി നവര ഇതൊക്കെ കേട്ടാ. ഈ പണീൻ്റെ ഇന്നത്തെ പണി മുഴുവൻ നിൽക്കുക. കൈ കൊണ്ട് വല്ല സഹായം നീ ചെയ്യണ്ട. നീ ആ ക്രാവിനെ ഒന്ന് പഠിപ്പിച്ചാൽ മതി. എന്നിട്ട് ബുക്ക് എടുത്തോണ്ട് അടുപ്പിലേക്ക് ഇടുവോ ബുക്ക്? പഠിക്കാൻ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് ജഗ്ഗുനെ. ശ്വാസം മുട്ടിച്ചാവുന്നു. ആ പുകയത്തുനിന്ന് മാറിയിരുന്നൂടെ? അതെ, ഞാൻ കേട്ട ശ്വാസം മുട്ടിച്ചാവുന്നു. അവിടെ നീങ്ങിരിക്കും പുകേരെടുക്കുന്നു. ഭയങ്കര കാറ്റായില്ലോ. എന്തിട്ട് കാറ്റ്, എന്തൊക്കെ പ്രകൃതി. ഒരു നേരത്തെ മഴക്കാര് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തൊരു മഴ വരണേന്ന്. ഞാൻ ഒന്നും ചെയ്ത് തരണ്ടേയില്ലേ? നിങ്ങൾ അവിടെ ഇരിക്കി. നിങ്ങൾ കുറച്ചു നേരം അവിടെ ഇരിക്കി. ഇരുന്നു ഇരിക്കുന്നു. തീ കെട്ടി മറന്ന ജഗ്ഗു. ജഗ്ഗുവാ മാർക്ക് 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 മാർക്ക്. അല്ല കാറ്റ് കണ്ടാ. ഈ കുട്ടിക്കാലത്തിലാണ് കഞ്ഞി വയ്ക്കുന്നത്. ഈ അടുപ്പിൽ വയ്ക്കുന്നത്. ഇതെനിക്ക് അരിയിടുന്നു. 4 പാലാണോ വേവിക്കുക? അല്ല, വെള്ളം ഒഴിച്ച് വേവിക്കാം. 4 പാല് പിന്നെ ചേർത്താൽ മതി. ഇത് കുറുന്തോട്ടി അരച്ചതും ജീരകം ചേർക്കണം. പക്ഷേ ഇത് അടപ്പത്ത് വയ്ക്കാം. നമുക്ക് അടപ്പത്ത് വയ്ക്കാം. തീ കത്തട്ടെ. അപ്പോൾ നമുക്ക് കുറുന്തോട്ടി എടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കുറുന്തോട്ടി എടുക്കാം കേട്ടോ. അത് ഇന്നലെ പൊട്ടിച്ചോണമെന്നല്ലേ. അതെ, കുറുന്തോട്ടി എടുക്കാം. ഇത് നന്നായി കഴുകണം. വേരൊക്കെ നന്നായി കഴുകും. ഇപ്പോഴൊന്നല്ല, ആദ്യമൊക്കെ നമ്മുടെ നമ്മൾ കിടാങ്ങളായിരിക്കുന്ന ടൈമിൽ കുറുന്തോട്ടി പറിക്കാനായിട്ട് വയസ്സായ അമ്മമാർ അങ്ങോട്ട് വരും. എന്നിട്ട് കെട്ടുകളായിട്ട് ശരിക്കും ഓർമ്മയില്ല നിങ്ങളുടെ അവിടെ കുറുന്തോട്ടിയൊക്കെ പറിക്കാൻ വരുന്ന അമ്മമാര്? ഞങ്ങളുടെ അവിടെ അല്ല, നീ മാമന്റെ അവിടെയൊക്കെ പോയി നിൽക്കില്ലേ? മറ്റേ ഈ കോടന്നൂരൊക്കെ കേട്ടിട്ടുള്ളത്. മറ്റേ ഒരു പഴഞ്ചൊല്ലില്ലേ, കുറുന്തോട്ടിക്ക് വാദമോ എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമാണ് അങ്ങനെ ആയിട്ടുള്ള കുറുന്തോട്ടി. അപ്പൊ എന്റെ മനസ്സിൽ വല്ല തോട്ടിയില്ലേ, മാങ്ങയൊക്കെ പൊട്ടിക്കുന്ന തോട്ടി, അതാണ് എന്റെ മനസ്സിൽ വരും. ഇത് എന്തൊട്ട് സാധനമാണാവോ ഇത് വിചാരിക്കാറ്. ഇവരത് പറിച്ചിട്ട് നമ്മുടെ തോടില്ലേ, അവിടെ തോടിന്റെ വക്കത്ത് ഇട്ടിട്ട് കഴുകും. നന്നായി കഴുകിയിട്ട് കെട്ടുകളാക്കും. എന്നിട്ട് തല്ലിച്ച് ഒന്ന് കൊണ്ടുപോകും. എന്നിട്ട് ആയുർവേദത്തിന്റെ അവിടെ തേക്കാട്ട് മൂസില്ലേ, അവിടേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ രീതി. അപ്പൊ ഇതാണ് നമ്മുടെ കുറുന്തോട്ടി കഴുകി. ഇത് 2 രീതിയിൽ കഞ്ഞി വയ്ക്കാം. ഒന്നിങ്ങനെ ഇത് മുഴുവൻ ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇതിൻ്റെ വേരിൻ്റെ തൊലിയിലാണ് നല്ല പോഷകാംശമുള്ളതെന്ന് പറഞ്ഞു ഡോക്ടർ. മനസ്സിലായി? ഗുണം കൂടുതൽ. വേരിൻ്റെ തൊലി കളയല്ലേ ചെയ്യാ? തൊലി കളയല്ലേ, തൊലിയാണോ എടുക്കുക? തൊലി ചീന്തിരിക്കണം. തൊലി അപ്പോൾ നന്നായി ചെളി കളയേണ്ടി വരും. നന്നായിട്ട് ചെളി കണ്ട അതിന് ഇനിയും കഴുകാം നമുക്ക്. അപ്പോൾ ഈ കുറുന്തോട്ടിയുടെ തൊലി ചീന്തിരിക്കാൻ പോണത് എങ്ങനെ തൊലി ചീന്തിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ തണ്ട് ഇതിപ്പോൾ കുറുന്തോട്ടി ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ശിഖരങ്ങൾ എവിടെ നിന്ന് തുടങ്ങണോ അവിടെ മുറിക്കാനാണ് പറഞ്ഞു പോണത്. അവിടെ നിന്ന് താഴ്ത്തിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അത് അതുമ്മ വെച്ചിട്ട് വെട്ടാന്ന് തോന്നുന്നു കേട്ടാ. അമ്മീമേ കണ്ട ഇങ്ങനെ എടുക്കണം. കണ്ട, എന്നിട്ട് അതെല്ലാം വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് മതിയാ. ഇതിപ്പോ നമ്മൾ എടുത്തേക്കണ അരിയിലേക്കുള്ള അളവ് കറക്റ്റ് ആണോ? അത്ര മതി. ഒരു കുറച്ചാണ് വേണ്ടല്ലോ. കണ്ടമാനം എടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല. ആവശ്യത്തിന് ചേർക്കണ കാരണം കുറച്ച് മതി. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചതച്ച് എടുക്കും. ചതച്ചെടുക്കുമ്പോൾ കിഴി കെട്ടിയിട്ട് ഇടേണ്ടത് കഞ്ഞിയിൽ. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കാം. ഇപ്പോൾ കുറുന്തോട്ടി കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ചില്ലകൾ എവിടെ നിന്നാണോ തുടങ്ങണേ അതിൻ്റെ തൊട്ട് താഴെ വരെ എടുക്കാൻ പാടുള്ളൂ, വേരടക്കം. ഇതാണ്ട് ചീന്തിരിക്കാന്ന് പറഞ്ഞ, എന്നിട്ട് ചീന്തിയ വരുന്ന പറഞ്ഞ ഡോക്ടർ. എന്താ തുമ്മല്? ജഗന്നാഥൻ എന്തായി പഠിപ്പ്? ഇത് ചീന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മതി. അല്ല, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതിങ്ങനെ ചീന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊണങ്ങി തേങ്ങ ഇതെങ്ങനെ ചീന്തി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന പറഞ്ഞ ഡോക്ടർ. തൊലിയാണ് എടുക്കുക. തൊലി കളഞ്ഞിട്ട് ഉള്ളിലേക്കാണോ എടുക്കണ്ടേ? ശരിയാണോ? ഉറപ്പാ? ഇതെങ്ങനെ ചീന്തിരിക്കുക, തൊലിയിൽ എടുക്കേണ്ടത്. ആണോ? കണ്ടാ
അത് വേരുമ്പോ ചിലത് വേരുമ്പിലേക്ക് തന്നെ കയറി എടുക്കണ്ട വേരിന്റെ അറ്റം വരയ്ക്കും കിട്ടും എന്ന് പറഞ്ഞു. ഇതാണ്ടാ നോക്കിയേ ഇവിടെ വാടാ കണ്ട കാൽസ്യം നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതോ എല്ലിനും പല്ലിനൊക്കെ നല്ലതെന്ന് പറയണം. കുറുന്തോട്ടിക്കും വാദമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പരിപാടി. അത് വാദത്തിനുള്ള മരുന്നായിരിക്കും ഇത്. ഞാൻ അടുത്തെടുക്കാട്ടാ തൊലി ചേട്ടാ. ആ വാദത്തിനുള്ള എന്തേ എന്നിട്ട് ഇത് ഞാൻ അരയ്ക്കണം. ഇതിന് വെണ്ണ പോലെ അരയ്ക്കണം തൊലി ജീരകം. അത് ഞാൻ ചെയ്യണ്ടേ? അത് ഞാൻ ചെയ്തോണ്ട് നീ ചെയ്യണ്ട. എന്താ എന്താ ഞാൻ ചെയ്യണ്ടെന്ന് പറയണേ? ഞാൻ അരച്ചരാൻ ചേട്ടൻ അരച്ചറിയില്ല. ഇതൊക്കെ അറിയും ഇല്ല ചേട്ടൻ ധൃതി പിടിച്ചിട്ടേ. നോക്കാം നമുക്ക് പരീക്ഷണം. ഇതിൻ്റെ തൊലി അങ്ങനെയുണ്ട് കിട്ടണില്ല, കട്ട കുത്തിട്ടാ. ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കാറ്റത്ത് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്ന് വീഴുന്നുണ്ട്. അതിത് ശരിക്കും എൻ്റെ അടർന്ന് വരുന്നുണ്ട്. ചിലത് ശരിക്കും അടർന്ന് അങ്ങോട്ട് പോരുന്നുണ്ട്. വാടിയതുകൊണ്ടാവോ കിട്ടാത്ത? ഇന്നലെ ഞാൻ ചിലപ്പോ കിട്ടിയാനെ. ഇന്നലെ ഈ കുറുന്തോട്ടി കിട്ടാലിയ പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ എല്ലാ സ്ഥലത്ത് ഈ വരേണ്ട സ്ഥലങ്ങളിലൊക്കെ കുറുന്തോട്ടി ഇഷ്ടം പോലെ ഇരുന്നു. എനിക്ക് സത്യം പറഞ്ഞപ്പോഴും അറിയില്ല കുറുന്തോട്ടി. വേരടക്കം പോകുന്നു. വേരിന്റെ അറ്റം വരയ്ക്കുള്ള തൊലി വേണല്ലേ? ചിലത് കണ്ട ചിലത് കിട്ടുന്നുണ്ട് കേട്ടാ. ആ വേരുമിലത്തെ തൊലിയടക്കം ഇങ്ങനെ അടർന്നാണ്ട് പോരും. ചിലത് ഇതൊക്കെ ഭയങ്കര ഔഷധകരമായ കഞ്ഞികളാണ്. ജഗു തീയത്തിനല്ലേ കഞ്ഞി വേണട്ടാ. നിന്നെ അവിടെ ഇരുത്തിയോണ്ട് എന്നിട്ടാ ഇരുത്തിയതല്ല ഇരുന്നതല്ല അവിടെ പോയിട്ട്. ഒരെണ്ണത്തിന് വേണ്ടി തൊലി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കധികം തൊലി കിട്ടിയിട്ട് ഇത്രയ്ക്കധികം തൊലിയില്ല, ഇത്രയ്ക്ക് തൊലി കിട്ടി. വേര് തൊലി കിട്ടി. ഇനി ഇത് നന്നായി കഴുകണം ഒന്നുകൂടി. കാരണം ഇത് മണ്ണിൻ്റെ തൊലിയിലാണ് ഗുണം. മറ്റേ ഞാൻ പറഞ്ഞില്ലേ അത് കുറുന്തോട്ടി ഇങ്ങനെ അരച്ച് കിഴി കെട്ടി ചതച്ച് കിഴി കെട്ടിയിട്ട് ആക്കും. അപ്പോൾ മൊത്തം എടുക്കാം. അരച്ച് ചേർക്കുകയാണെങ്കിൽ ഈ തൊലി മാത്രം എടുക്കാം. മണ്ണിൻ്റെ ഇട്ട് ചെറുതായിട്ട് വെള്ളം കലങ്ങണ്ട. ഞാൻ അരച്ചേരനാ നീയാ നിനക്ക് അരയ്ക്കാൻ നീ അരച്ചോ? ഞാൻ അരച്ചിട്ട് പിന്നെ നിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ കൈ കടത്തി എന്ന് പറയും. നമ്മുടെ കുറുന്തോട്ടിയുടെ പേര് അസലായി കഴുകി അമ്മീമ വെച്ചു. സരിത അരച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അരയ്ക്കുന്നില്ല വെച്ചു. അപ്പോൾ ചേട്ടയിൽ ഞാൻ അരയ്ക്കും. എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? ആ അത് ജീരകം കൂട്ടിയിട്ടാണ് അരയ്ക്കേണ്ടത്. ആദ്യം ഇതൊന്ന് അരക്കി എന്നിട്ട് ജീരകം തരാം. പാടായിരിക്കും. പിന്നെ ഞാൻ ചേട്ടാ മാറി നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഒന്ന് അരച്ചോണം. അറിയാണ്ടിരിക്കില്ലേ വെണ്ണ പോലെ അറിയുന്നല്ലേ പറയുന്നത്. അരി തിളച്ചു കണ്ട, അരി തിളച്ചു കണ്ട. തീപ്പ നന്നായി കത്തുണ്ട്. കാൽസ്യമാണ്. കാൽസ്യം നേരിട്ടുമ്പോൾ ശരീരത്തിലേക്ക് ചെല്ലാനുള്ള ഒരു എളുപ്പവഴിയായിരിക്കില്ല തരുന്നത്. അല്ല എന്തെല്ലാം ഔഷധങ്ങൾ അല്ല എന്തെല്ലാം ഈ ശരീരത്തിന് ബലം കൂട്ടാനും ബലം കുറയ്ക്കാനും പറ്റിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ലോകത്തില്. ഇത് ആദിവാസികളുടെ ഒരു കൂട്ടാണെന്ന് പറഞ്ഞ അപ്പോൾ നമുക്കൊന്ന് ഗുണം കിട്ടും. വെള്ളം വേണോ? എനിക്ക് കുടിക്കാനാണോ? ഇതിൽ തെളിക്കാനായിട്ട് രണ്ട് മൈനകൾ കരയുന്നത് കണ്ട. ഞാൻ ഇന്നലെ ഒരു ഒറ്റ മൈനേനെ കണ്ടിട്ട് എന്തോരം നേരെ വിരല് ഇതിങ്ങനെ പിടിച്ച് നടന്നേ. ഒരു കാക്കേനെ ഈ പ്രദേശത്ത് കാണാനില്ല. അവസാനം കണ്ടു. ചേട്ടൻ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ദേ കാക്കയ്ക്ക് വേറെ എന്തേ ചെമ്പോത്തിനെ കണ്ടാലും മതി, നീ അതിനെ നോക്ക്, നീ കൊളക്കോഴി മതിയാ പകരം. അല്ല എന്തേലൊക്കെ മതിയില്ല ചേട്ടാ. വിചാരിച്ച പോലെ എളുപ്പല്ല കേട്ടാ വെണ്ണ പോലെ അറിയാൻ. അപ്പൊ അവരെന്തുള്ളായിരിക്കും അവരരക്കുണ്ടാവും. വലിയ ശീലല്ലേ അതുകൊണ്ടാ. ശരിയാ. അരി വെന്തതിന് ശേഷമാണോ ചേർക്ക? അരിക്കിടാന്നാ പറഞ്ഞ അരി ഇപ്പൊ വെന്തോട്ടെ കുഴപ്പമില്ല. നമുക്ക് അരി വേവാൻ സമയം പിടിക്കും. കുറച്ചു നേരം ഞാൻ അരക്കണേ അരിൻ്റെ ഒന്നേ ചെറുതായിട്ടൊന്ന് അരക്കി ഒറ്റയടിക്ക് അരച്ച് കഴിഞ്ഞാൽ അതിന്ന് ചതക്കി. അപ്പൊ അത് അങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതന്നെ അതാണ് അതിന്റെ രീതി. പിന്നിലുണ്ട് വെണ്ണ പോലെ കഴുകി. വെണ്ണ പോലെയല്ല വെണ്ണ പോലെ അരക്കണമെന്നാ പറഞ്ഞ. വെണ്ണ പോലെ കഴുകിയെന്ന് വിഡി ജെവു കൂസത്തിലേക്ക് മോന്ത കുത്തി വീഴു. തിളക്കിണ്ട്. ഏത് പാടാ പഠിക്കണേ? ഏത് പാടാം? ജോഗ്രഫിയിലത്തെ എന്തൊരു പാടാന്ന് പറയും. ജോഗ്രഫി അച്ഛൻ പഠിപ്പിച്ചു തരും. എന്തൊരു പ്ലേസ്?
ജോഗ്രഫി ഹിസ്റ്ററി അച്ഛൻ്റെ പോലെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അല്ല അത്ര നന്നായിട്ട് ചേട്ടനറിയാം. ഇല്ലയാണോ? എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, ഹിസ്റ്ററി എന്ന് പറയണത്. ജോഗ്രഫി എന്താ ചേട്ടന് ഇഷ്ടമല്ലേ? ജോഗ്രഫിയും ഭയങ്കര ഇഷ്ടമാണ്. അതല്ല ഞാൻ പറഞ്ഞേ. അതായത് നമുക്ക് പഴയ കാലഘട്ടങ്ങളൊക്കെ അറിയാനും ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയുള്ള ഒരാളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഹിസ്റ്ററി എങ്ങാണ്ട് പഠിക്കായിരുന്നില്ലേ? ഗോൽക്കണ്ട കോട്ടയ്ക്ക് ഇല്ല, അതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പേടിയുണ്ടാ. അതൊക്കെ ഭയങ്കര ചരിത്ര സ്മാരകങ്ങളൊക്കെയാണ്. പക്ഷേ ചരിത്ര സ്മാരകങ്ങളുടെ മുകളിലേക്കൊന്നും കയറി പോകാൻ പറ്റില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അറിയണ്ടല്ലോ ഇപ്പോൾ. ഞാൻ കുറച്ച് നേരം അറിയിക്കട്ടെ. നിന്റെ കൈ കളിച്ചു വന്നിട്ടുണ്ട്. ഇറക്കി ഇത്രയ്ക്ക് ആഗ്രഹമാണ് ഇറക്കി. ഞാൻ പറഞ്ഞതേ ഇങ്ങനെ ആദ്യം ഇറക്കണം. അതങ്ങനെ അപ്പുറത്തേക്ക് പോന്നു. അതിനൊക്കെ ഞാൻ ശരിയാക്കി തരും. ഒരു സ്വല്പം വെള്ളം വേണം. എന്തിന് വെള്ളം വേണ്ട? വെള്ളമായി കഴിഞ്ഞത് അങ്ങനെ ഓടി നടക്കുള്ള അറിയില്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ആദ്യം വെള്ളാക്കില്ല. ഭയങ്കര ബലം പ്രയോഗിച്ച് നമുക്ക് പെട്ടെന്ന് വേദന എടുക്കും ചേട്ടാ കയ്യൊക്കെ. ആദ്യം ഇങ്ങോട്ട് ഒരു അല്ലല്ല, ആദ്യം ഈ തൊലി നീക്കില്ലേ ചമ്മന്തി ആക്കണം. നിക്കലോട്ടാ, കല്ലൊന്നും അരഞ്ചേരില്ല. കണ്ടോ? കണ്ട് അല്ല, ഇതൊക്കെ തോലൊക്കെ ഇതാ ചതഞ്ഞു തുടങ്ങി. നല്ലൊരു പണിയാണ്. പല്ലും നാവും കടിച്ചിട്ട് പല്ലും വേദന എടുക്കും, തല വേദന എടുക്കും, കയ്യും വേദന എടുക്കും. കണ്ടോ? ഞാൻ മതിയേ. ആ തോലുകളൊക്കെ ഒന്ന് ഇതാവട്ടെ. തിളച്ചു വരി തിളച്ചു മതിയാ. നഹി അല്ല, തോല് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്സാരിക്ക് എളുപ്പമായിരിക്കും. ഞാൻ തോലറിഞ്ഞ പിന്നെ ഒന്നുമില്ല, തോലെന്നല്ലോ. കൈ കളിക്കുന്ന പ്രശ്നമൊന്നും എന്നിട്ട് ഇങ്ങനെ കൈ കളിക്കല്. ഇനി ആരൊക്കെയാ ചമ്മന്തി പരിവായി. ഈ 2-3 കണ്ടത്, ഈ 2-3 തോലല്ലോ. ആ കൊറേ ഉണ്ട്. അത് ചതഞ്ഞിട്ടുള്ളോ? ആ ചതഞ്ഞാലും അവൻ അറിയും. ഇനി അടിപൊളിയാവും. നമുക്ക് ഭയങ്കര സുഖമായി. ഇനി ജീരകം കുറച്ച് കഴിഞ്ഞിട്ട് തരാം. എല്ലാം തോല് അറിഞ്ഞ് തൊലിയില്ലേ കംപ്ലീറ്റ് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ജീരകം ഇടാം. ജീരകം ഒരു 2-3 ഉള്ളു ജീരകം. ഇപ്പൊ സുഖമായില്ലേ? ഇല്ലേ? അത് കുറേശ്ശെ കുറേശ്ശായിട്ട് അരക്കിയിട്ട് നല്ലത് ഒറ്റയടിക്ക് ആക്കുമ്പോഴേ അത് ഇങ്ങനെ ചതഞ്ഞിരിക്കുള്ളൂ. അല്ല പിന്നെ ഇപ്പൊ ഇത്തിരി കൂടി എളുപ്പമായി. ആ കഞ്ഞീര് നമുക്ക് നോക്കി വെക്കാം. കണ്ട വെന്ത് വരുന്നു കേട്ടാ. പൊളിയണല്ലോ അവനാവട്ടെ. സദ്യ കണ്ടത് അരക്കട്ടെ. ജഗ്ഗും അങ്ങോട്ട് പഠിക്കട്ടെ. നീതി ഷൂട്ട് ചെയ്യട്ടെ. ഞാൻ ചേർട്ട അടുപ്പിൽ വയ്ക്കട്ടെ. പിന്നെ നമ്മുടെ അന്തോണിയേട്ടൻ മരിച്ചു. അന്തോണിയേട്ടല്ലേ, 98 വയസ്സായിട്ടുള്ള അന്തോണിയേട്ടൻ മരിച്ചു. സൂറത്തിലായിരുന്നു, അവിടെ ആയിരുന്നു. അതിപ്പോൾ തന്നെ മക്കളുടെ അടുത്തായിരുന്നു ആള്. 4:30ക്കാണ് ശവടപ്പ്. അത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. അങ്ങനെ അന്തോണിയേട്ടൻ പോയി. നമ്മൾ 2-3 വീഡിയോ വെച്ച് ആളൊപ്പം ചെയ്തിട്ടുണ്ടല്ലേ. നസീർ ഏത് കൊല്ലത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ പെറ്റ നസീർ 1926 ജനിച്ചത്. നസീറിന്റെ ജന്മദിനം കണ്ടുപിടിച്ചു. ഇന്നാണ് കണ്ടുപിടിച്ചത്. ഇന്നല്ല, ഇന്നത്തെ പേപ്പറിൽ 1929 മാർച്ച് എത്രാം തീയതിയാണ് കണ്ടുപിടിച്ചത്. അതായത് ആ സ്കൂളിൽ കൊല്ലവർഷമാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായ? അപ്പോൾ 3 വയസ്സിന്റെ വ്യത്യാസം വന്നില്ല. 26, 3 വയസ്സിന്റെ വ്യത്യാസം. 98 വയസ്സായില്ല, 95 വയസ്സായിട്ടുള്ളോ പ്രേമനസീറിന്. ഞങ്ങളൊരു സിനിമ കാണുമ്പോഴേ ഇപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോഴേ അതിൽ ഇപ്പോൾ അടൂർബാസി, ബഹദൂർ, ഫിലോമിന, അല്ലെങ്കിൽ പിന്നെ പറവു ഭരതൻ, പട്ടംസദനല്ലേ പഴയ ആളുകളൊക്കെ അങ്ങനത്തെ കുറേ പഴയ ആളുകളൊക്കെ കാണാം. സുധീർ, വിൻസെൻ്റ്, പിന്നെ TR റോമൻ, അങ്ങനെ കുറേ പേരെ കാണുമ്പോൾ അവരുടെ പ്രായം, അവർക്ക് എത്ര വയസ്സായി എന്നുള്ളത്, ഇപ്പം അവരുണ്ടെങ്കിൽ എത്ര വയസ്സായി എന്നുള്ളത് ജഗുവിനാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പം തന്നെ നോക്കും ജഗു. ഈ സിനിമ ഏത് കൊല്ലത്തിൽ ഇറങ്ങി? അപ്പൊ ആ സമയത്ത് അവർക്കൊക്കെ എത്ര പ്രായമുണ്ട്, ഇപ്പൊ അവരുണ്ടെങ്കിൽ എത്ര പ്രായമുണ്ട് നോക്കലാണ് ഇവന്റെ പണി.
അത് നോക്കി കണ്ടിട്ട് എനിക്കും നോക്കലായി അത് കണ്ടിട്ട് സരിതിക്കും നോക്കലായി ഇടയ്ക്ക്. അപ്പം അങ്ങനെ നല്ല ഒരു ഇതാണ് ജോസ് പ്രാശ്. അരിക്ക് ചേട്ടാ ഇത് നന്നായി അരച്ചു. ഇല്ല, എനിക്ക് 2 നുള്ളു ജീരക ഇടണം. ഇതെനിക്ക് 2 നുള്ളു ജീരക ഇടണം കേട്ടോ. അയ്യോ തെറ്റിട്ടാ. എന്താ 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 പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയില്ല. എന്നിട്ട് പറഞ്ഞ ചാന്ത് പൊട്ട പോലെ അങ്ങനെ പറഞ്ഞ എനിക്ക് അങ്ങനെ തോന്നി. അതുപോലെ തന്നെ അതെന്താണെന്നറിയോ, ഇത് കൈയോടെ കുത്തിരേക്കണ, കൈ തെറ്റി കഴിഞ്ഞാൽ എനിക്ക് പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനത്തെ വാക്ക് വന്നത്. ഇതിന്റെ ശ്രദ്ധയും വേണം, അരിക്ക് ഇടും വേണം. കാര്യം പറയണേന് വരെ കണ്ട ന്യായീകരണങ്ങൾ നിരത്തുന്നു. ഇവിടെ കൈ കുത്തിയിരുന്ന കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തെറ്റി കഴിഞ്ഞ കയ്യന്റെ തന്നെ താടി ഇത് മേടിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞ അറിഞ്ഞു കഞ്ഞിരിക്കത് കേട്ടോ. നേരെ വല്ലവരും പറയും ഇത് കുറുന്തോട്ടി വേര് അരച്ചെന്ന്. ശരിക്കും സിമെന്റ് പോലെ ഉണ്ടല്ലേ. ചതിച്ചു ചേട്ടാ. അതൊക്കെ മരുന്നുകളല്ലേ, ഇതിന്റെ ഫലം പൂട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണം നോക്കിയേട്ടെ. ഇതിപ്പോ മണം ജീരകത്തിന്റെ മണമായിരിക്കും. അല്ല മണം നോക്കല്ലെന്ന് പഠിച്ചെടുത്തോ അങ്ങനെ ഈ സാധനം എടുത്തു വിട്ടാ. ഇത് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ജഗ്ഗു അതിലൊരു പാത്രം വെള്ളം എടുത്തിട്ട് വേണം. ഇനി നമുക്ക് ഇത് കഞ്ഞിരിക്ക് ചേർക്കാം. കഞ്ഞി വേവാറായിട്ട് കേട്ടാ. അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്തേ മതിയാ. ഒന്ന് കലക്കിയിട്ടില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളികേരം പാല് ചേർത്തിട്ടാണ് ഇത് ആക്കണത്. നാളികേരം പാല് ഒരു അരമുറി നാളികേരത്തിന്റെ പാല് എടുത്തിട്ടുണ്ട് കേട്ടാ. അതൊന്ന് കലക്കാം. കലക്കിയിട്ട് ഒഴിക്കാം. പിന്നെ കട്ട കുത്തി കിടക്കണ്ടെന്ന് കേട്ടാ. ഇത് കട്ട അതിൽ കിടന്നിട്ട് അലിയുള്ളതുകൊണ്ട് സരിതേ കൈ കൊണ്ട് ആക്കേണ്ടതായിരുന്നു. ഞാൻ ആക്കണാ? വേണ്ട അത് അരിക്കിടാം. അലിഞ്ഞുണ്ട്. അതില് ഇങ്ങനെ ആക്കിയിട്ട് ആവണില്ലേ, പിന്നെ അതിൽ കിടന്നിട്ട് അലിയില്ല ചേട്ടാ, കട്ടകൾ കിടക്കും. കൈ കൊണ്ട് തിരുമ്പട വരും. കൈ കൊണ്ട് തിരുമ്പ അല്ലെങ്കിൽ എനിക്കും കിടതാ, ഞാൻ ആക്കിത്തരാം. സരിത കൈ കൊണ്ട് തന്നെ. അതെ, ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ച കാരണം അങ്ങനെ കട്ടിയിലിരിക്കണം. കൈ കൊണ്ട് തിരുമ്പിയ അയ്യോ ഇത്രക്ക് ഒഴിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. വെന്തു, അരി വെന്തു. നാളികേരം പാലും കൂടി ഒഴിക്കാം. നാളികേരം പാൽ ഒഴിക്കുകയാണ് ചെയ്യാട്ടാ. നീ കഞ്ഞി വെന്തു തുടങ്ങി. ഇത് അതിൻ്റെ ഒപ്പം കഞ്ഞീൻ്റെ ഒപ്പം തന്നെയാണ്, കഞ്ഞി വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിത് അരച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഇതായിരിക്കും ഒഴിക്കാം. ഇതായിരിക്കും ഒഴിക്കണം. പിന്നെ മരുന്ന് കഞ്ഞി കുറുന്തോട്ടി കഞ്ഞി ഇത്തിരി കൊണ്ട്. അയ്യോ നെയ്യ് എങ്ങാനും ചേർക്കോ? നെയ്യ് ഉള്ളി മൂപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യോ? ഒന്നും പറഞ്ഞില്ല. ഇനി തിളക്കിട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം പാൽ ഒഴിക്കാം. നമ്മൾ കുറുന്തോട്ടിയുടെ ഇത് ഒഴിച്ചിട്ട് തിളച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള നാളികേരം പാൽ ഒഴിക്കാം. കുറേ ഉണ്ടല്ലോ നാളികേരം പാൽ തരുതേ. നാളികേരത്തിന്റെ പാലെടുത്തിട്ടുള്ളൂ. അതെ കേട്ടാ. തിളക്കട്ടെ. അല്ല ഇത് മൂടി വെച്ചാൽ തിളക്കില്ലേ പെട്ടെന്ന് നാളികേരം പാല്. തിളച്ച് പോവും ചിലപ്പോൾ നാളികേരം പാൽ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഇനി തുറന്ന് വയ്ക്കാം അല്ലേ? തുറന്ന് വയ്ക്കാം. നമ്മുടെ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നോക്കിയാൽ നമ്മുടെ കഞ്ഞി വെന്തു കേട്ടാ. കഞ്ഞി വെന്ത് പാകമായി. അപ്പോൾ ഇതിലേക്ക് ഇന്ദുപ്പാണ് ചേർക്കേണ്ടത്. പക്ഷെ നമ്മൾ കല്ലുപ്പ് ചേർത്താലും മതി എന്നാണ് പറഞ്ഞത്. കയ്യിലുള്ളത് ചേർക്കണം. കല്ലുപ്പ് ഇടാം. നമുക്ക് ഉപ്പൊന്ന് അരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇറക്കാം. സാധനം സെറ്റായി. അങ്ങനെ കുറുന്തോട്ടി കഞ്ഞി ശരീരത്തിന് ബലം നൽകുന്ന കഞ്ഞി. ബലം എന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ബലം അങ്ങനെ നമ്മുടെ കഞ്ഞി ഇറക്കിയിട്ടാ. കഞ്ഞി നല്ല ചൂടുണ്ട്. പക്ഷെ നമുക്ക് കിണ്ണത്തിരിക്കാണ്ട് ഒഴിക്കാം. ഇത് ഔഷധ കഞ്ഞിയാണ്. അല്ലാണ്ട് ഇപ്പം ഇതിലേക്ക് എന്തുട്ടാ ശരിക്കും വല്ല ഇലകളോണ്ടുള്ള തോരനെങ്ങാനും വേണല്ലേ? ശരിക്കും വിഷുക്കട്ടാര മണം വരുന്നു ആ ചോറിന്റെ. കഴിഞ്ഞു. അധികം കഞ്ഞിയൊന്നും ഇത് പറയുന്ന പോലെ ഇല്ല. കുറുന്തോട്ടി കഞ്ഞിയാണ്. ചൂടാറട്ടെ. ചൂടാറിട്ട് കുടിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാ. തൈരൊന്നും ഒഴിക്കില്ല. ചൂടാറട്ടെ. ഒരു 5 മിനിറ്റ് നേരം ബ്രേക്ക്. അപ്പോൾ നമ്മുടെ കഞ്ഞി ചൂടാറിയിട്ടാ. കഞ്ഞി വല്ലാണ്ട് ചൂടാറിയില്ല. ചൂടുണ്ട്. കുടിക്കുകയാണിത്. കട്ടിയായി. പാച്ചോറിൻ്റെ മണം കഴിക്കുമ്പോഴോ രസമുണ്ട്. കറക്റ്റല്ലേ?
ഉപ്പൊക്കെ പാകത്തിനല്ല ഒക്കെ പാകത്തിന്. കുറുന്തോട്ടിട്ട് കുത്തില്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. കുറുന്തോട്ടിക്ക് എന്തിട്ടാ കുത്ത്? എന്തേലും കുത്തുണ്ടാ? കുറുന്തോട്ടിൽ കുത്തെന്ന് പറഞ്ഞാൽ പച്ചിന് സാധാരണ എന്തെങ്കിലും മരുന്ന് കഞ്ഞികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നില്ല. ഇത് ഭയങ്കര ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ആട്ടോ സാധനം. ആ അടിപൊളി കഞ്ഞി. രസല്ലേ കേൾക്കുക? എന്തുട്ടിന്റെ മണം തോന്നുന്നു കറക്റ്റ് ആയിട്ട് ശരിക്കിരുന്നേ. നീ ഇരുന്നാലേ കിട്ടുള്ളൂ. എന്തുട്ട് കിട്ടുള്ളൂ? ഇരുന്നേ. ഇങ്ങനെയല്ല ചമ്മണ പടിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ അമ്മ ഇരിക്കണ പോലെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അച്ഛരിക്കണ പോലെ ഇങ്ങനെ ഇരുന്നേ. ബെസ്റ്റ് എണ്ണം പറഞ്ഞ കഞ്ഞി കേട്ടത്. പാപ്പനി കുറുന്തോട്ടി അല്ല, മറ്റേ കഞ്ഞി എങ്ങനെ ഇരിക്കും? പൊട്ടവാടി കഞ്ഞി. അതിങ്ങനെ അരച്ചു ചേർക്കച്ചിയ ആ രീതി നോക്കണം. ഇതെന്നെ കഴിയാറായി. കർക്കിടക മാസമാണ്, മഴയാണ്. കുറുന്തോട്ടി കിട്ടുന്നവർ എല്ലിനും പല്ലിനും ബലം വയ്ക്കാനായിട്ട് പിന്നെ വേറെ കുറെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ടേസ്റ്റ്. മധുരമില്ലാത്ത ഇഷ്ടപ്പെട്ടു. ആ അപ്പൊ എന്റെ കഞ്ഞി കഴിയാറട്ടാ. കഴിക്കില്ലേ? ഇത് കഴിക്കില്ലേ? അപ്പോൾ കർക്കിടക മാസത്തിൽ പറ്റിയ കഞ്ഞിയാണ് ഇത് കേട്ടോ. ഡോക്ടർ പറഞ്ഞ കഞ്ഞി നല്ല കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ കുറുന്തോട്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അമ്മിയില്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചോ. അതല്ല ചെയ്യാൻ പറ്റില്ല. വെണ്ണ പോലെ അരയുന്നു. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വെണ്ണ പോലെ അറിയില്ല. അല്ല, അതല്ലാത്തവർ ഇതിൻ്റെ വേര് മാത്രം എടുക്കുക. വേര് മാത്രം എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് ചെളി കളഞ്ഞിട്ട് അത് ചതച്ചിട്ട് കിഴുകിട്ടി ഈ കഞ്ഞിയിലിടാം. ആകുമ്പോൾ അരി വെന്ത് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് അത് മാറ്റാം. തല വേണ്ട, നമ്മൾ മുറിച്ചില്ലേ ഇതുണ്ട് ഈ വേര് ഈ ശിഖരങ്ങൾ തുടങ്ങുന്ന അവിടെ നിന്നുള്ളത് എടുത്തിട്ട് അടി താഴേക്കുള്ളത് ചതച്ചിട്ട് കിഴിയിട്ടിട്ടാ മതി. അതെങ്ങനെയെങ്കിലും ചതച്ചോളൂ ആൾക്കാർ. അപ്പം നിർത്താം നമുക്ക്. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.